بسم الله الرحمن الرحيم. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ ശദീദു ബിസ്സുറഖ, ശക്തൻ എന്ന് പറഞ്ഞാൽ മൽപിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല, ബോക്സിംഗ് താരം അവനല്ല ശക്തൻ. മറിച്ച് ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുമ്പോൾ അത് അടിച്ചമർത്തി നിൽക്കുന്ന, കടിച്ചു പിടിച്ചു നിൽക്കുന്നവരാണ് ശക്തൻ. ദേഷ്യം വരുമ്പോൾ ചൂടാവാതെ, ഭാര്യ മക്കളോട് ശണ്ട കൂടാതെ അത് അടിച്ചമർത്തി നിൽക്കണം, അതിനെ പിടിച്ചു നിൽക്കണം, ക്ഷമാശീലനായി നിൽക്കണം. അവനാണ് മനുഷ്യരിൽ വെച്ച് നല്ല ശക്തനായ മനുഷ്യൻ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിന്റെ ആ നിലപാടാണ് ഒരു മനുഷ്യനെ നല്ലവനാക്കി മാറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലി ഇംറാൻ സൂറത്തിലൂടെ പറയുന്നുണ്ട്, വൽ കാമിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. ഭക്തർ എന്ന് പറഞ്ഞാൽ ആരാണ്? വൽ കാമിമീനൽ ഗൈള, ദേഷ്യം വരുമ്പോൾ അത് കടിച്ചമർത്തി കടിച്ചു പിടിച്ചു നിൽക്കുന്നവരാണ് ശക്തൻ. അത് പുറത്തേക്ക് വല്ലാതെ പ്രകടിപ്പിക്കരുത്. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് എപ്പോഴും മാപ്പ് നൽകുന്നവർ. അതൊക്കെ ആരാണുള്ളത്? വിട്ടുവീഴ്ച മനോഭാവം ആരാണോ കാണിക്കുന്നത് അവരാണ് ജനങ്ങളിൽ വെച്ച് ഭക്തൻ, തഖ്വയുള്ളവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല ക്ഷമ കൈക്കൊണ്ട് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമാശീലർക്ക് നൽകിയ സ്വർഗം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ക്ഷമാശീലരോടുകൂടെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അല്ലാഹു ക്ഷമാശീലന്മാരോടുകൂടെയാണ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നല്ല മനസ്സിന്റെ ഉടമകളിൽ നമ്മെ ചേർത്തി തരട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ഗതകാല ഭാവങ്ങളെല്ലാം അല്ലാഹു പുറത്തു, നമ്മയും നമ്മോട് ബന്ധപ്പെട്ട കുടുംബാദികളെല്ലാം അല്ലാഹു ഇഹപരയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഹൃദ വനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.